ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്റ്റിന്റെ റിവ്യൂ. ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നും അല്ല ഞാൻ, എന്നാൽ വളരെ കുറച്ച് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. ഒരു മീഡിയം ലെവലിൽ എല്ലാം ഒന്ന് തൊട്ടും തേമ്പിയും തേച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം, റിവ്യൂ ഞാൻ പറയാം. ഓക്കെ, ബിഫോർ മേക്കപ്പ് സ്കിൻ കെയർ ആയിട്ട് ഞാൻ 2 പ്രോഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ. ഒന്ന് നമ്മുടെ ഈ ഒരു ലിപ് ബാം, പിന്നെ ഞാൻ ഈ കണ്ണ മോയ്സ്ചറൈസർ. പിന്നെ നമ്മുടെ സൺസ്ക്രീനും സെറൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ ഒഴിവാക്കി. കാരണം എനിക്ക് കുറെ സാധനങ്ങൾ മുഖത്ത് തേക്കുമ്പോൾ ഒരു കല്ല് കയറ്റി വെച്ച ഫീലാണ്, ഒരു ഭാരം പോലെ ഫീൽ ആകും. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. മിനിമലിസ്റ്റിന്റെ ഞാൻ ഉപയോഗിച്ചിരുന്നത് നൈസ് സംഭവങ്ങളായിരുന്നു. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യണത് ഞാൻ ഇതിന്റെ ഫാനാണ് ഗൈസ്, സ്പോൺസിന്റെ ഈ ഒരു ക്രീമിന്റെ. ഭയങ്കര അടിപൊളി സാധനമാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്മെല്ലാണ്. ഇട്ടിങ്ങനെ തേച്ച് അപ്പൊ തന്നെ അബ്സോർബ് ആയി പോകും. മുഖത്ത് അങ്ങനെ ഒരു കനുള്ള പോലെ ഒന്നും ഉണ്ടാവില്ല. തേച്ച അടിപൊളി സാധനമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഈ ഒരു സാധനമാണ്. ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ആ 50 രൂപയുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നതായിരുന്നു ഡോട്ട് ആൻഡ് ഗീന്റെ ഈ ഒരു സാധനം. സംഭവം ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിയതാണ്. ഇത് രാവിലെ തേക്കാനുള്ളതല്ല, രാത്രി തേക്കാനുള്ളതാണ്. പക്ഷെ കാണുന്ന ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ. ഇതിന് 400 രൂപയാണ്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ആ കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ. ഇത് എനിക്കാണെങ്കിൽ മോയ്സ്ചറൈസർ ഇങ്ങനെ തൊട്ട് തേമ്പി തേക്കണ ഇഷ്ടമല്ല, കുറച്ച് തോൻ അങ്ങനെ തേക്കണം. ആ ഒരു തേമ്പലിൽ നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാവില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ അടുത്ത ബോട്ടിൽ വാങ്ങണം. അങ്ങനെ മാസാമാസം 10-450 റുപ്യക്ക് ഒരു 5-6 കുപ്പി മോയ്സ്ചറൈസർ മാത്രം വാങ്ങാനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിൽ ഇല്ല ഗൈസ്. അതുകൊണ്ട് മാത്രം ഞാൻ അത് സ്കിപ്പ് ചെയ്തു. അല്ലാണ്ട് അത് നോക്കുകയാണെങ്കിൽ നൈസ് സാധനമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ മെയിൻ മോയ്സ്ചറൈസർ ആണ് നിവ്യേന്റെ ക്രീം. എനിക്ക് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് നിവ്യേന്റെ ഈ ഒരു ക്രീം. പിന്നെ നമ്മളെ മറ്റേ വേറൊരു ക്രീം ഉണ്ടല്ലോ, ഏതിൻ്റെതായിരുന്നു, എനിക്ക് പേര് കിട്ടണില്ല. അതൊക്കെ എന്ന് പറയുമ്പം ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തണുപ്പ് കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറച്ച് തിക്നെസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു തിക്കായിട്ട് നിൽക്കണ പോലെ ഒരു ഫീല് വരും. പക്ഷെ കുഴപ്പമില്ല, നൈസാണ്. പിന്നെ ലിപ് ബാമിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഇതുവരെ ആയിട്ടും ഒരു പകരക്കാരനെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം പണ്ട് തൊട്ടിട്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്യണത് സ്ട്രോബെറിന്റെ ഈ ഒരു ലിപ് ബാം ആണ്. അന്ന് ഞാൻ വാങ്ങിയതാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ. പക്ഷെ ഇതെല്ലാം ഷേപ്പ് ഇത്ര വലിപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് തൊട്ട് ഇതുവരെ ഞാൻ മാറ്റാതെ യൂസ് ചെയ്ത ഒരു സാധനം ലിപ് ബാം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മാറ്റി മറിച്ചും ട്രൈ ചെയ്തിരിക്കണേ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് എപ്പോഴും ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ വേറൊരു പകരക്കാരനെ കണ്ടുപിടിച്ചിട്ടേ ഇല്ല ഗൈസ്. അടുത്തത് നമ്മുടെ മേക്കപ്പ് ബോക്സ് ആണ് ഗൈസ്. ഇതാണ് എന്റെ മേക്കപ്പ് ബോക്സ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർഗനൈസർ ഒന്നുമില്ലേ. അപ്പോ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇടുന്ന സാധനം നമ്മുടെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ BB ക്രീം ഫൗണ്ടേഷൻ ആണ്. ഞാൻ പണ്ട് തൊട്ടേ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് BB ക്രീം ആണ്. അടിപൊളി സാധനമാണ്. ഇതൊരു ലിക്വിഡ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ വേമ്പേ ഇങ്ങനെ തേമ്പി വേഗമാണ് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. കുറെ കഷ്ടപ്പെടേണ്ടിയൊന്നും വരൂല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലിപ് ബാമും മോയ്സ്ചറൈസറും ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു എണ്ണമയം പോലെ ഉണ്ടാവും മുഖത്ത്. അപ്പൊ അതിനൊരു മാറ്റ് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്ലൂ ഹെവന്റെ ഈ ഒരു കോമ്പാക്ട് പൗഡർ. അടിപൊളി സാധനമാണ്. ഇതാ ഈ ഒരു സാധനം ഷെയ്ഡ് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. ഞാനൊരു ഊഹാപോഹത്തിന് വാങ്ങിയതാണ്, പക്ഷെ എനിക്ക് കറക്റ്റ് ആണ് ഷെയ്ഡ്. അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യല്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വേറൊരു ഇതായിരുന്നു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ പോയപ്പോൾ ഇത് കിട്ടിയില്ല. അപ്പൊ നൈക്കയിൽ ഞാൻ ഇത് വാങ്ങിച്ചു. ഇതും കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ നമ്മള് കോമ്പാക്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ബ്ലഷ് ആണല്ലോ. അപ്പൊ ഞാൻ ബ്ലഷും ഹൈലൈറ്ററും കൂടി കൂട്ടിയിട്ട് ബ്ലഷ് വിത്ത് ഹൈലൈറ്റർ ആണ്. ഇത് നമ്മളെ മിസ് ക്ലെയറിന്റെ റെയിൻബോ ഹൈലൈറ്റർ ആണ്. ഇതിൽ കുറെ ഷെയ്ഡുകൾ വരുന്നുണ്ട്. ആൻഡ് അതിൽ ഈ ഒരു പീച്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ബ്ലഷ് വിത്ത് ഹൈലൈറ്റർ പോലെ തന്നെ ഉണ്ടാവും. നല്ലൊരു നൈസ് ആയിരിക്കും. അല്ലാതെ എനിക്ക് ഇങ്ങനെ മുഖത്ത് കവളത്ത് അടിച്ച് വരത്തി ചോന്ന് കിടക്കണ പോലെ ചോപ്പിച്ച് വെക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ബ്ലഷ് ഇടുന്നത് ഇഷ്ടമല്ല. നൈസായിട്ട് ഈ ഒരു ഷെയ്ഡ് അതിന് പെർഫെക്റ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വേറെ ബ്ലഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പിരികത്തിന്റെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ, കണ്ണിന്റെ ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ സാധനം തന്നെ മതി. ഓക്കെയാണ്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഹൈലൈറ്റർ, മിസ് ക്ലെയറിന്റെ ഹൈലൈറ്റർ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഐലൈനർ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഡാസ്ലറിൻ്റെതായിരുന്നു. നമ്മൾ ആ 30 രൂപന്റെ ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കണ കാലം തൊട്ടേ ഉപയോഗിച്ചത്, അതായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയിട്ട് ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇൻസൈഡിന്റെ വാട്ടർ പ്രൂഫ്. കാരണം എന്താ വെച്ചാൽ മറ്റേത് നമ്മളിങ്ങനെ കൺമഷി ഇട്ട് കഴിഞ്ഞിട്ട് അത് വന്ന് തുടച്ച് പരത്തി കളഞ്ഞാൽ ആ കൺമഷിയിൽ പടർന്ന് നിൽക്കുന്ന ഒരു കറുപ്പ് പോലത്തെ ഒരു സാധനം അത് അവിടെ എപ്പോഴും ഉള്ള പോലെ എനിക്ക് ഫീൽ ആവലുണ്ട്. കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒരുമാതിരി കറുത്ത് കൺമഷി പടർന്ന് നിൽക്കണ പോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് ഇതാക്കി. ഇതാകുമ്പോ എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു തിളക്കം അവിടെ തന്നെ ഉണ്ടാവും. ഡാസ്ലറിന്റെ ഇട്ട് കഴിയുമ്പോൾ തിളക്കം ഉണ്ടാവും, ഉണങ്ങി കഴിഞ്ഞാൽ തിളക്കം ഉണ്ടാവില്ല. പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ട് കളഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു കറുപ്പ് കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ വെള്ളം തട്ടിയാലും മുഖം കഴുകിയാലും ഒന്നും കൺമഷി അവിടെ നിന്ന് അനങ്ങൂല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യല്. പക്ഷെ ഇത് വെച്ചിട്ട് ഞാൻ മേലെ മാത്രമേ എഴുതുള്ളൂ. താഴെ ഞാനിപ്പോ കൺമഷി ഇടാറില്ല, മീൻസ് ഐലൈനർ ഇടാറില്ല.
ഇനി അഥവാ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഡാസ്ലർ നോക്കിയിട്ട് കിട്ടാത്തതും കൊണ്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നു. ഇത് കുഴപ്പമില്ല, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തതും കൊണ്ട് എനിക്കിതിനെ പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും പറയാനറിയില്ല. നോർമൽ സാധനം പോലെ തന്നെ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്കാര. ഇത് ബ്ലൂ ഹെവന്റെ മസ്കാരയാണ്. മസ്കാര ഞാൻ അങ്ങനെ മസ്കാര ലവർ അല്ല, ഞാൻ ഇത് എപ്പോഴും ഇടുന്ന ആളല്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തോന്നിയാൽ മാത്രമേ ഇടുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചിരിക്കണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ, ഞാൻ വാങ്ങണ അധിക സാധനം ബ്ലൂ ഹെവന്റെ താരേ, പക്ഷെ എല്ലാം നൈസാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂഡിന്റെ ഈ ഒരു ഐഷാഡോ പാലറ്റ്. എവിടെ ഇതിൽ ഏകദേശം ഇത്രയും ഷെയ്ഡാണ് വരുന്നത്. ഇതും സംഭവം അടിപൊളിയാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ണു കുറച്ച് തിളങ്ങി നിൽക്കുകയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഇതിലുള്ള എല്ലാ ഐഷാഡോയും കുറച്ച് തിളക്കം കൂടുതലുള്ളതാണ്. പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഐഷാഡോ പാലറ്റ്. പിന്നെ നമ്മുടെ മേക്കപ്പിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്. അങ്ങനെ കുറെ കളക്ഷൻസ് ഒന്നുമില്ല എനിക്ക്. ഞാൻ ആകെ 2-3 ഷെയ്ഡുകളാണ് യൂസ് ചെയ്യുക. അതിലൊന്ന് വന്നിട്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ എന്തായിരുന്നു, കോംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്. ഇത് കുറെ ആൾക്കാർ പ്രൊമോഷൻ ചെയ്തതും കൊണ്ട് കേട്ട് പരിചയം ഉണ്ടാകും. പക്ഷെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് ലവർ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ്. ആൻഡ് ഓൾസോ എനിക്കിത് ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലും മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടപ്പെടാറ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ മാർസിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതും ബ്രൗൺ കളർ ഷെയ്ഡാണ്. ആൻഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ഇതെന്താ വരാത്തെ, വന്നു, സോറി. ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 09 ആണ്. അടിപൊളിയാണ് ഗൈസ്, കണ്ടോ, അടിപൊളി സാധനമാണ്. അയ്യോ, ഇത് ഒറ്റ സ്വൈപ്പിൽ ഇടുകയാണെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ആയിരിക്കും. 2-3 വട്ടം ഇട്ട് കൊടുത്താൽ നല്ല ഡാർക്ക് ഷെയ്ഡ് ആയത് കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബ്ലൂ ഹെവന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. കാരണം 2 ഡാർക്ക് ആണല്ലോ ഉള്ളത്. 2 ഡാർക്ക് ആണല്ലോ ഉള്ളത്. അപ്പൊ ഞാൻ ഒരു ന്യൂഡ് കളർ വാങ്ങി നോക്കാം സെറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ വാങ്ങിച്ചതായിരുന്നു ബ്ലൂ ഹെവന്റെ തന്നെ. പക്ഷെ ഇതും അടിപൊളിയാട്ടോ ഗൈസ്, എനിക്ക് ഇതും ഇപ്പൊ ഫേവറേറ്റ് ആണ്. ഇത് പക്ഷെ വെറുതെ ഇട്ടാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഒരു മാർസിന്റെ തന്നെ ലിപ് ലൈനർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ല ഷെയ്ഡായിട്ട് കിട്ടും. ഇത് വന്നിട്ട് എഡ്ജ് ഓഫ് ഡിസയർ ബ്ലഡ് ബാത്ത് 03 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. ഇതെനിക്ക് എന്റെ കസിന് പറഞ്ഞു തന്നതാണ്. ഓൾമോസ്റ്റ് കുറെ ഷെയ്ഡിന്റെ കൂടെ ഇത് സെറ്റായി പോകുന്നു പറഞ്ഞിട്ട്. ഇത് പക്ഷെ എന്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. ഇത് പിന്നെ 2ാമത്തെ പെൻസിലാണ്, ലിപ് ലൈനറാണ്. ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ 12 ബ്രൗൺ മോച്ച എന്തോ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ലൈനറും കൂടി. ഈ 2 ലിപ് ലൈനറാണ് എൻ്റെ അടുത്തുള്ളത്. ഇത് വന്നിട്ട് അയ്യോ, ഇത് നോൺ ട്രാൻസ്ഫർ ലിക്വിഡ് ലിപ് ക്രീം മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഇത് തുറന്നപ്പം ഇതിന്റെ മണവും ഇതിന്റെ ടെക്സ്ചറും എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കുറെ കാലമായി തുറന്നു നോക്കിയിട്ട് ഒരുമാതിരി വൃത്തികെട്ട മണാണ്. അപ്പൊ ഇതെന്താ വെച്ചാല് ഞാൻ കഷ്ടപ്പെട്ട് 100-150 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് ഒട്ടും കൊള്ളാത്ത ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇനി പോയിട്ട് അബദ്ധങ്ങൾ കാണിക്കാതിരിക്കാനുള്ള ഓർമ്മയിലാണ് ഞാൻ ഇത് ഇതിൽ തന്നെ ഇട്ടേച്ചത്. കുറെ കാലമായി ഇത് ഉപയോഗിക്കാതെ ഇതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏകദേശം കുറച്ചുണ്ട്, എന്നാൽ കുറയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എന്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതനുസരിച്ചിട്ട് എനിക്ക് പറ്റുന്നതൊക്കെയാണ് ഞാൻ നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റണത്, നിങ്ങളെ സ്കിൻ ടോണിന് പറ്റണത്, നിങ്ങളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത് നോക്കി വാങ്ങിക്കുക. പിന്നെ ഞാൻ അങ്ങനെ വലിയ റേറ്റിൻ്റെത് വാങ്ങിക്കാൻ നിൽക്കാറില്ല, വളരെ കുറഞ്ഞ റേറ്റിൻ്റെതും വാങ്ങിക്കാൻ നിൽക്കലില്ല. കാരണം സ്കിന്നിൽ യൂസ് ചെയ്യണതാണ്. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമുക്ക് തന്നെയാണ് വരിക. അപ്പോൾ പൈസ ഇല്ലാന്നാണെങ്കിൽ നമ്മളത് വാങ്ങിക്കാതിരിക്കുക, ഉള്ളപ്പോൾ വാങ്ങിക്കുക. അല്ലാതെ വില കുറഞ്ഞത് ഒരിക്കലും ഞാൻ വാങ്ങിക്കാറില്ല. നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കാനും പാടില്ല. ബാക്കി തന്നെ എല്ലാം ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തത് തന്നെയാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് എല്ലാം നൈസായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്കെല്ലാം ഗുഡ് റിവ്യൂ ആണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെ ഇപ്പൊ ഞാൻ ഒഴിവാക്കിയത് ഈ ഒരു ഐറ്റം മാത്രമാണ്. എന്താ വെച്ചാല് ഇപ്പൊ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇട്ട് നടക്കണതല്ല, എപ്പോഴെങ്കിലും ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് കാലത്തിന് നിൽക്കും. അപ്പൊ അതൊരു 100-500 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് തന്നെ മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാ.
അപ്പോൾ ഇത്രയും ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിയാൽ ഏകദേശം എനിക്കൊരു 10 ദിവസം 15 ദിവസം നിൽക്കുള്ളൂ. അപ്പൊ 500 റുപ്യ എടുത്തിട്ട് ഇങ്ങനെ ഓരോ 15 ദിവസം ഓരോ ഇത് വാങ്ങാൻ പറഞ്ഞാൽ എനിക്കത് കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേറെ നൈസാണ് ഈ ഒരു സാധനം. ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളിട്ടു. നല്ല അടിപൊളി സാധനമാണ്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സും അതിനെ പറ്റിയുള്ള റിവ്യൂ ആയിട്ടുള്ള വീഡിയോ. അപ്പൊ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.